വിമാനങ്ങളിലെ വളർത്തുമൃഗങ്ങളെ ബാഗേജ് തരംതിരിക്കാമെന്ന സുപ്രധാന വിധിയുമായി യൂറോപ്യൻ നീതിന്യായ കോടതി. ഇതോടെ ഇനി മുതൽ വളർത്തുമൃഗങ്ങളെ വിമാനയാത്രക്കിടെ നഷ്ടപ്പെട്ടാൽ വിമാന കമ്പനികൾ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകേണ്ട ആവശ്യമില്ല. ബ്യൂണസ് അയേഴ്സിൽ നിന്ന് ബാഴ്സലോണയിലേക്കുള്ള ഐബീരിയ എയർലൈനിലെ യാത്രക്കിടെ യാത്രക്കാർക്ക് ഒരു നായയെ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് യൂറോപ്പിലെ പരമോന്നത കോടതിയായ ECJ മുമ്പാകെ ഉടമ വിമാന കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുകയായിരുന്നു. യാത്രക്കാരിയും അമ്മയും നായയുമായി വിമാനത്തിൽ കയറിയതേ കോടതി വാദം കേട്ടു. ഒരു പ്രത്യേക പെറ്റ് ക്രേറ്റിൽ കയറിയ നായയെ വിമാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ രക്ഷപ്പെടുകയായിരുന്നു. ആ നായയെ തിരിച്ചു കിട്ടാത്തതിനാൽ യാത്രക്കാരനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് 4340 പൗണ്ട് നഷ്ടപരിഹാരം നൽകുന്ന ആവശ്യം 6 വർഷമാണ് കോടതി പരിഗണിച്ചത്. എയർലൈനായ ഐബീരിയ വളർത്തുമൃഗത്തിന്റെ നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പക്ഷേ നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന് വാദിച്ചു. യാത്രക്കാരിയും അവരുടെ അമ്മയും ബാഗേജ് പരിശോധിക്കുമ്പോൾ നായ ഉണ്ടെന്ന പ്രത്യേക അറിയിപ്പൊന്നും നടത്തിയിട്ടില്ലെന്നും അതിനാൽ ഈ നഷ്ടങ്ങൾക്ക് അവകാശവാദം ഉണ്ടായിരിക്കില്ലെന്നും കമ്പനി പറഞ്ഞു. യൂറോപ്യൻ വിമാനങ്ങളിൽ വളർത്തുമൃഗങ്ങളെ അധികം കൊണ്ടുപോകാറില്ല. ചെറിയ നായ്ക്കളെ ക്യാബിനിൽ കയറ്റിവിടാറുണ്ട്. വലിയ നായ്ക്കളെ വളർത്തുമൃഗ യാത്ര നിയമപ്രകാരം അനുവദിക്കുന്ന എയർലൈനുകൾ അതിനുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കണമെന്നും കോടതി വ്യവസ്ഥ ചെയ്തു.